എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. ടൈപ്പിസ്റ്റ് പരീക്ഷകളെല്ലാം വളരെ പെട്ടെന്നാണ് വന്നത് അല്ലേ? നമ്മൾ അപ്ലൈ ചെയ്ത് അധികം താമസിക്കാതെ തന്നെ കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതിയും വന്നു. കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞു. ഒക്ടോബർ 22-നാണ് നമ്മുടെ പരീക്ഷ. അപ്പോൾ ഇത്രയും പെട്ടെന്ന് പരീക്ഷ വന്നപ്പോൾ എല്ലാവർക്കും ആശങ്കയായി. ഏതൊക്കെ പഠിക്കണം, എങ്ങനെയാണ് ഇനി പഠിക്കുക? വളരെ കുറച്ച് ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇനി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 ദിവസം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? എൻറ്റയർ സിലബസ് എങ്ങനെ പഠിക്കും? ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? അപ്പോൾ ഇവിടെ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിയാം. GK എന്ന് പറയുന്നത് 10ഉം കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ 40ഉം പിന്നെ ടൈപ്പ് റൈറ്റിംഗ് 10ഉം 20 ഇംഗ്ലീഷും 20 മലയാളവും അല്ലേ? അപ്പോൾ അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ ഇംഗ്ലീഷിനും മലയാളത്തിനും, അതേപോലെ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഏരിയയാണ് ടൈപ്പ് റൈറ്റിംഗ്. കാരണം അവിടെ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം കോമൺ തന്നെയാണ്. സ്ഥിരമായി ചോദിക്കുന്നത് ഒരേ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ തന്നെ. ഡോഗ് ബ്ലോക്കുകളെ കുറിച്ചിട്ടും റോക്കർ മെക്കാനിസം, അതുപോലെ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അബ്രീവിയേഷൻസ്, ഈ ഒരു ഭാഗം തന്നെയാണ് ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. എന്നാൽ ഇവിടെ ഇംഗ്ലീഷും മലയാളവും പഠിക്കുമ്പോഴാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ. ഇംഗ്ലീഷ് ഏതൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്? ഇംഗ്ലീഷ് കുറേ വൊക്കാബുലറി പഠിക്കണം അല്ലേ? എങ്ങനെ പഠിക്കും? ഇവിടെ ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാനായിട്ട് ആദ്യം നമുക്ക് ഗ്രാമറുകൾ പഠിച്ചു തുടങ്ങുന്നതിനോടൊപ്പം തന്നെ വൊക്കാബുലറിക്കും പ്രാധാന്യം നൽകാം. ഇപ്പോൾ ഒരു ദിവസം ഗ്രാമർ പഠിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ സിനണിംസ് ആയാലും ആനണിംസ് ആയാലും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയാലും ഫ്രേസൽ വെർബ് ആയാലും ഏതെങ്കിലും ഒരു ടോപ്പിക്കിലെ ഒരു 20ഓ 25ഓ എണ്ണം നമ്മൾ പഠിക്കുക. ഇതൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ് അല്ലേ? അതേപോലെ തന്നെയാണ് മലയാളവും. മലയാളം ഗ്രാമർ നമ്മൾ പലരുടെയും സംശയമാണ്, സിലബസിൽ ഗ്രാമർ പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ? ഒരു LDCയുടെ സിലബസ് പോലെ തന്നെയാണ് കിടക്കുന്നത്. അവിടെ ഗ്രാമർ, അതായത് സന്ധി പറഞ്ഞിട്ടില്ല, സമാസമില്ല, കാരകം, പ്രകാരം ഇങ്ങനെയുള്ളതൊന്നുമില്ല. പിന്നെ എന്തിനാണ് അതൊക്കെ പഠിക്കണേന്ന് നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ കൃത്യമായിട്ട് സന്ധി നിർണ്ണയിക്കാനും കാരകം ഏതാണെന്നും പ്രകാരം ഏതാണെന്നും ക്രിയ ഏതാണെന്നും സകർമ്മകാണോ അകർമ്മകാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗ്രാമർ നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റില്ല. മലയാളത്തിൽ എല്ലാവരുടെയും സംശയം തന്നെയാണ് ഗ്രാമർ പഠിക്കണോ എന്നുള്ളത്. ഇവിടെയും ഗ്രാമർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വൊക്കാബുലറി, പര്യായം, അർത്ഥം, വിപരീതം, അതേപോലെ തന്നെ ഒറ്റപ്പദം അല്ലെ, വിഗ്രഹിക്കുക, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കൂടെ പഠിച്ചു പോവാം. അപ്പോൾ പലർക്കും സംശയമാണ് ഇത് എവിടെ നിന്നാണ് ഈ മെറ്റീരിയൽസ് കിട്ടുക എന്നുള്ളത്, ഇത് എവിടെ നിന്നാക്കിയാ പഠിക്കണം എന്നുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അവിടെ നമ്മൾ കൃത്യമായിട്ട് ഓരോ ദിവസവും ഓരോ ടോപ്പിക്കിനെ അടിസ്ഥാനപ്പെടുത്തി വേണം പഠിക്കാനായിട്ട്. അതായത് ഇന്ന് ഗ്രാമർ പഠിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ കുറച്ച് വൊക്കാബുലറി പഠിക്കുക. അത് മലയാളത്തിലായാലും ഗ്രാമറും വൊക്കാബുലറിയും പഠിക്കുക. അതേപോലെ തന്നെ ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. ദെൻ നമുക്ക് വേർഡും പവർ പോയിന്റും എക്സലും പഠിക്കാനുണ്ട്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. ആപ്ലിക്കേഷൻ പോലെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ അതിനെയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ കൃത്യമായിട്ട് 60 ദിവസത്തെ ടൈം ടേബിൾ അനുസരിച്ച് നമുക്ക് പഠിച്ചാലോ? കൃത്യമായിട്ട്, അതായത് ഓരോ ഭാഗങ്ങളും ഏതൊക്കെയാണ് അവിടെ പഠിക്കേണ്ടതെന്ന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ നമുക്ക് പഠിച്ചാലോ? അപ്പോൾ 60 ദിവസത്തെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വിളിക്കാം. അവിടെ ക്രാഷ് ബാച്ചിൽ ടോപ്പിക്കുകൾ മാത്രമല്ല, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, വർക്കൗട്ടുകൾ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടുള്ള സെഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഇനിയുള്ള ദിവസം 60 ദിവസം കൃത്യമായിട്ട് ചിട്ടയോടുകൂടി പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്കും വരാം. റാങ്ക് ഉള്ളവിടത്ത് തന്നെ നിങ്ങൾക്ക് പഠിച്ച് റാങ്ക് ലിസ്റ്റിലെത്താം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ജോയിൻ ചെയ്യാം. അടുത്ത ക്ലാസ്സുകളിൽ കാണാം. താങ്ക്